അമേരിക്കയുടെ പ്രതികരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. What we can do is try to encourage these folks to de-escalate a little bit, but we are not going to get involved in the middle of a war. It is none of our business. അത് ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ ഇടപെടില്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. സ്വന്തം മണ്ണിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. എന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രദ്ധിക്കണമെന്നും വാൻസ് പറയുന്നുണ്ട്. We can't control these countries, though. Fundamentally, India has its gripes with Pakistan. Pakistan has responded to India. What we can do is try to encourage these folks to de-escalate a little bit, but we're not going to get involved in the middle of a war that's fundamentally none of our business and has nothing to do with America's ability to control it. You know, America can't tell the Indians to lay down their arms. We can't tell the Pakistanis to lay down their arms. And so we're going to continue to pursue this thing through diplomatic channels. Our hope and our expectation is that this is not going to spiral into a broader regional war or, God forbid, a nuclear conflict. But sure, we're worried about these things. But I think the job of diplomacy, but also the job of cooler heads in India and Pakistan, is to make sure this doesn't become a nuclear war. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുകളഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ വ്യാപ്തി, അതിൻ്റെ ആഘാതം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അമേരിക്ക നിലപാടിൽ വലിയ ഷിഫ്റ്റ് വരുത്തി എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യത്തെ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കശ്മീർ പ്രശ്നം തീർക്കാൻ ഞാൻ നേരിട്ട് വരാം, ഞാൻ മധ്യസ്ഥത വഹിക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത് ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്, അതിൽ ഞങ്ങൾ ഇടപെടില്ല, ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ മാത്രം ഇടപെടുമെന്നൊരു നിലപാടിലേക്ക്, വലിയൊരു ഷിഫ്റ്റിലേക്ക് ഇപ്പോൾ അമേരിക്ക മാറിയിരിക്കുന്നത്. അനൂപ് ദാസ് നമുക്കിപ്പം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, അമേരിക്കയുടെ നിലപാട് കൃത്യമാണ്, ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. 1, 2, ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം അമേരിക്ക ഇടപെടുകയുള്ളൂ. അതെ, ഈ മേഖലയിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ആ സംഘർഷത്തിൽ അതിൻ്റെ കാരണക്കാർ പാകിസ്ഥാനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലാണ് അമേരിക്കയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ലോകം വീണ്ടും ഒരു യുദ്ധം ഭയക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടാനില്ല, അത് മൂർച്ഛിക്കുകയാണെങ്കിൽ ഇടപെടും എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക പോവുകയാണ്. അമേരിക്കയുടെ നിലപാട് കൃത്യമാവുകയാണ്.